അടിപൊളി അടിപൊളി. ചേട്ടാ ഇറങ്ങിയാണ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ ഒരുപാട് എക്സ്പെക്ടേഷൻസോടെ കണ്ട പടമാണ്. കുറെ ഹിന്ദി കുറെ പ്രൊമോഷൻസ് നടന്നു. അതിന്റെ റിസൾട്ട് തിയേറ്ററിൽ ഓരോ സീൻസിൽ കൈയടികൾ ശരിക്കും ഓരോ സീൻസിൽ നമുക്ക് കാണാൻ പറ്റി. എന്താ പ്രഷറായിട്ട് കാണാൻ? ഞാനിപ്പോൾ 9 മണിയായിട്ടുള്ളൂ. ഞാനിതിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വളരെ ഇമോഷണലാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളാണെന്ന് കണ്ടിട്ട് എന്നോട് പറയണ്ടേ. നിങ്ങൾ കണ്ടതാണെങ്കിൽ എന്നോട് പറയൂ എങ്ങനെയുണ്ട്. അടിപൊളിയായിരുന്നു. മേക്കിംഗ് വൈസ് അയലിച്ചിട്ട് ആക്ടിംഗ് വൈസ് അയലിച്ചിട്ട് എല്ലാം കണ്ടു വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. 3Dയിലൂടെ വരുമ്പോൾ ഒന്നുകൂടെ മികച്ചതായിരിക്കും. എന്നെ വളരെ ഇമോഷണൽ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണാൻ ഒരു ഇങ്ങനെ റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്രത്തോളം ചേട്ടാ ഏട്ടാ ഇങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കുറച്ച് നാൾ പണിയെടുത്ത പോലെ തോന്നുന്നുണ്ടോ? നല്ല രീതിയിൽ ടൊവിനോ ഒരു ആക്ഷൻ ലെവലിൽ ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിലേക്ക് മാറുകയാണ്. ശരിക്കും പറയാം ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു നടൻ എന്നുള്ള നിലയിലേക്കല്ല മാറിയത്. ഒരു വ്യക്തി നടൻ കഥാപാത്രം എന്നുള്ളതിൽ മാറി. ടൊവിനോ എന്ന് പറയുന്ന ഒരാളെ മറ്റു സിനിമകളിൽ കണ്ടതുപോലെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതേ ഒരു വലിയൊരു നടനിലേക്ക് 3 ക്യാരക്ടേഴ്സും വളരെ വ്യത്യസ്തമായിട്ട്. ഞാൻ ഇന്നാണ് നിഖിളുവിനെയും അജയനെയും ഒക്കെ കാണുന്നത്. എനിക്ക് അജയനെ ഭയങ്കരമായിട്ട് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറുമോ? ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറാനുള്ള ഉദ്ദേശമാണോ? മലയാളത്തിലേക്ക് ഒരു ആക്ഷൻ നായകൻ എന്ന് പറഞ്ഞ ലെവലിലേക്കോ? ഒരു നടൻ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇതാ അവിടുന്ന് തുടങ്ങി അല്ലേ? ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന മൊമെന്റ് ആയിരിക്കുമല്ലോ ഇത്, ഇങ്ങനെ ഒരു തിരിച്ചറിവ് വരുന്നത്. എന്താണ് ഫീൽ ചെയ്യുന്നത്? അല്ല, അതിന്റെ ഒരു സന്തോഷം. പക്ഷെ ഇതിപ്പോ എനിക്ക് ആ സന്തോഷം വരുന്നതെങ്കിൽ നിങ്ങൾ പറയൂ. നിങ്ങൾ കണ്ടത് ഒരാൾ ബാക്കിയോട് പറയൂ എങ്ങനെയുണ്ടെന്ന്. ഇന്നലെയും സന്തോഷം കമ്പനിയിലായിരുന്നു. സന്തോഷം കൂടിയല്ലേ? അതെ അതെ, പടം അടിപൊളിയായിരുന്നു. താങ്ക് യു താങ്ക് യു. അടിപൊളിയായിരുന്നു. അപ്പൊ 4 പേരോട് പറയും. ചേച്ചി